തുടർച്ചയായ 8-ാം ദിവസവും ഇറാന് നേരെ അമേരിക്കയുടെ ശക്തമായ ആക്രമണം. ജോർദാനിൽ 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും ഒരാളെ കാണാതാവുകയും ചെയ്തു. സൈനികരുടെ മരണം ദുഃഖകരമാണെന്നും ഇറാൻ ആണവായുധം സ്വന്തമാക്കില്ലെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. സൈനികരുടെ കൊലയ്ക്ക് പകരം ചോദിക്കുമെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാനിലെ സിവിലിയൻ കേന്ദ്രങ്ങളിൽ US ആക്രമണം തുടരുകയാണ്. ഇതിനിടെ ഹോർമുസിൽ പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നു. എണ്ണവില വീണ്ടും ഉയർന്നു. MC നാസർ വിവരമായി. നാസർ, ഈ യുദ്ധത്തിന്റെ 8-ാം ദിവസം എന്താണ് പുതിയ ഡെവലപ്മെന്റ്സ്? അജിത്ത്, 8-ാം ദിവസമായി ഇന്ന് വെളുപ്പിനും വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങളായിരുന്നു കശ്മീർ, ബന്ദർ അബ്ബാസ്, സിറിക് ഉൾപ്പെടെയുള്ള ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് നേരെ നടന്നത്. സൈനികമായിരുന്ന തങ്ങളുടെ ലക്ഷ്യമെന്ന് അമേരിക്കൻ സേന വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ വ്യാപകമായിട്ടുള്ള തോതിൽ സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക് കൂടി ആക്രമണം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം 2 അമേരിക്കൻ സൈനികർ ജോർദാനിൽ ഒരാളെ കാണാതാവുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തോടുകൂടി യുദ്ധത്തിൽ വലിയ തോതിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന സൂചനകൾ തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് ഡെമോക്രാറ്റ് പ്രതിനിധികൾ എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കുകയും അമേരിക്കൻ സൈനികരുടെ സുരക്ഷ ഉറപ്പാക്കുകയും വേണമെന്ന ആവശ്യമുന്നയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ തങ്ങൾ അതിശക്തമായിട്ട് ഇറാൻ സേനക്കെതിരെ, ഇറാൻ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് അമേരിക്കൻ നേതൃത്വവും അതോടൊപ്പം തന്നെ US സെൻട്രൽ കമാൻഡും നൽകുന്നത്. ഹോർമുസിൽ വളരെ രൂക്ഷമായി തന്നെ തുടരുകയാണ്. ബാരലിന് എണ്ണവില $88 മാറിയിരിക്കുകയാണ്. ഇനിയും വില വലിയ തോതിൽ തന്നെ ഉയരുമെന്ന മുന്നറിയിപ്പുകൾ സാമ്പത്തിക വിദഗ്ധർ നൽകുന്നത്. അജിം.